നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു 15 വയസ്സുള്ള കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സംഭവം ISISലേക്ക് മാതാപിതാക്കൾ ഈ കുട്ടിയെ ചേർക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഈ കുട്ടി അതിന് താല്പര്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. മോദിയെ കൊന്നു കഴിഞ്ഞാൽ ഈ രാജ്യം രക്ഷപ്പെടും, അതിനു വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ പോകാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. മറുവശത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആ മുഖ്യമന്ത്രിയെ പ്രചരണത്തിനിറങ്ങുമ്പോഴെങ്കിലും ഒന്ന് ബോംബ് വെച്ച് കൊന്നേക്കാൻ ഒരു സിസ്റ്റർ തന്നെ പ്രഖ്യാപനമല്ല എങ്കിൽ പോലും ഒരു കമന്റ് ആണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിയാണ്, ഒരു വശത്ത് പ്രധാനമന്ത്രിയാണ്. ഇവരെ കൊന്നു കഴിഞ്ഞാൽ ഈ നാട് നന്നാകുമെന്നാണ് പറയുന്നത്. ആ ഒരു ചിന്താഗതിയിലേക്ക് പൊതുജനങ്ങൾ എത്തുന്നു. എന്ത് തോന്നുന്നു? ഇത് പൊതുജനങ്ങളല്ല. ഇപ്പോൾ വെഞ്ഞാറമൂട് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിലേക്കാണത് പോയത്. ആദ്യം ഒരു കേസ് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ഇതേപോലെ കുട്ടിയെ മർദ്ദിക്കുന്നു, ISISലേക്ക് ഭീകര സംഘടനയിലേക്ക് ചേർക്കാൻ മാതാവ് പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ കുട്ടി പറഞ്ഞപ്പോൾ, മറുവശത്ത് നിന്ന് മാതാവ് പറഞ്ഞത് എൻ്റെ ഇളയ കുട്ടിയെ ഇവൻ നിരന്തരം മർദ്ദിക്കുകയും പോൺ വീഡിയോസ് കാണുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അതിൻ്റെ ഒരു ഇത് തീർത്തതാണ് ഭർത്തൃ വീട്ടുകഥ. അതായത് ഈ കുട്ടി ആദ്യ ഭർത്താവിലുള്ള കുട്ടിയാണ്, രണ്ടാമത് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാതാവിനോടൊപ്പം UK ഈ സുഹൃത്തിനോടൊപ്പം UK ഈ കുട്ടി താമസിച്ചിരുന്നത്. അങ്ങനെ ഇത്തരത്തിലായതുകൊണ്ടാണ് കുട്ടിയെ നാട്ടിൽ പറഞ്ഞു വിട്ടത്. അതിൻ്റെ ഇത് തീർത്തതാണ് ഈ കുട്ടി എന്ന് സ്വന്തം മകനെ പറ്റി ഒരു അമ്മ പറയാണ്. പക്ഷെ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു, സംശയം തോന്നി കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. ഈ കുട്ടി ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ UK നിന്ന് തിരിച്ചെത്തിയ കുട്ടിയുടെ സ്വഭാവമൊക്കെ വളരെയധികം മാറി. അപ്പോൾ വീട്ടുകാർ ഇത്തരത്തിലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് വിധേയമാക്കി. കൗൺസിലിങ്ങിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കുട്ടി പറയുന്നത്. മർദ്ദനം മാത്രമല്ല, ഈ രണ്ടാനച്ഛനിൽ നിന്നുള്ള മർദ്ദനം മാത്രമല്ല ഈ കുട്ടി നേരിടേണ്ടി വന്നത്. ഈ പറയുന്നത് പോലെ ISISലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകണം നീ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുകയാണ് ഈ കുട്ടിയെ ചെയ്യുന്നത്. ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു. പല ഇവരുടെ ഭീകര പ്രവർത്തനങ്ങളുടെ വീഡിയോ ഈ കുട്ടിയെ കാണിക്കുന്നു. അപ്പം അത് ഈ കുട്ടി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല എന്നുള്ള നിലപാടിൽ എത്തിയപ്പോൾ മർദ്ദിക്കുക, പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു UK നിന്ന്. നാട്ടിൽ വന്നെത്തിയ ഈ കുട്ടിയെ സ്വീകരിച്ചത് തന്നെ ഈ കനകമല ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കനകമല കേസിലെ ഒരു പ്രതി തന്നെയാണ് സ്വീകരിച്ചത്. ആ പ്രതി തന്നെ എന്ത് ചെയ്യുന്നു, ഈ കുട്ടിയെ മതപഠന ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് വിടുന്നു. അവിടെയാണ് പോലീസിന് സംശയമുണ്ടായത്. അങ്ങനെയാണ് ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയത്. ഇതിപ്പോൾ NIAയിലേക്ക് ഈ അന്വേഷണം കൈമാറിയിരിക്കുകയാണ്. കാരണം ഇത് അവരുടെ കൈകളിൽ നിൽക്കത്തില്ല. കാരണം ഈ മാതാവിനും മാതാവിൻ്റെ കൂട്ടുകാരനും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ ഫോഴ്സ് ചെയ്തു, പക്ഷെ കുട്ടി നിർബന്ധിച്ചു. അതിനിടയിലാണ് കുട്ടി പറഞ്ഞത് മോദിയെ തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമെന്നുള്ളൊരു വാർത്ത ആ കുട്ടിയോട് പറഞ്ഞ് ആ കൊച്ചിനെ ആ രീതിയിൽ മോദിയെ തീർക്കത്തക്ക രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ഒന്ന് ആലോചിക്കുന്ന ഒരു കുടുംബത്തിലെ കാര്യമാണ്. അപ്പം ആദ്യത്തെ അച്ഛനല്ല, രണ്ടാമത് അമ്മയുടെ സുഹൃത്ത് എന്നുള്ള രീതി ഒരുമിച്ച് താമസിക്കുന്നവരാണ്, ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരത്തിൽ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ കുട്ടി മാറിയില്ല. UK ഈ കുട്ടിയെ കൊണ്ടുപോയത്. ഇത് മാത്രമല്ല, ഇവിടുന്ന് മറ്റു രാജ്യത്തിലേക്ക് കടത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ അന്നത്തെ കുട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് എന്തോ ഭാഗ്യത്തിന് കുട്ടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഇതാണ്. കാരണം ചെങ്കോട്ട സ്ഫോടനം വലിയ രീതിയിൽ വന്നില്ലെങ്കിലും പക്ഷേ 15 പേരുടെ മരണത്തിനിടയാക്കിയതാണ്. അതിനുമുമ്പ് പഹൽഗാം. രാജ്യം സുരക്ഷാ ഭീഷണി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ മുക്കുമൂല NIA അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കോളർ ഭീകരതയുടെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് കണ്ടത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞിനെ വരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് നയിക്കുന്ന പേരൻസ്. ഇവരെ ഇനി പിൻനിർത്തി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഇനി അറിയാൻ കഴിയുന്നത് വലിയ എന്തൊക്കെ ഭീകര പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെങ്കിൽ സംഘടനകളുമായിട്ടൊക്കെ ബന്ധം. കനകമല ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് കുറേ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു. അതിൽ ഒരു പ്രതിയാണ് ഇതിൻ്റെ ഈ അമ്മയുടെ സുഹൃത്തായി വന്നത്. അവിടെയാണ് പോലീസിന് സംശയം വന്നിരിക്കുന്നത്. ഏതായാലും ആ കേസ് കുറച്ചുകൂടി ഊർജിതമാക്കിയിരിക്കുകയാണ്. മോദിയെ കൊല്ലത്തക്ക രീതിയിൽ ഭീകര പ്രവർത്തകരുടെ ഒരു ഇതായിട്ട് ഒരു ഗ്യാങ്ങിലെ ഒരു വ്യക്തി തന്നെയാണ് ഒരു പക്ഷേ ഈ കുട്ടിയുടെ വെഞ്ഞാറമൂട്ട് ഈ കുട്ടിയുടെ മാതാവും
അതിൻ്റെ കൂടെയുള്ള മാതാവിൻ്റെ സുഹൃത്തും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ആദ്യമൊക്കെ കുട്ടി പറയുന്ന അവിശ്വസനീയമായി തോന്നിയ പോലീസിന് പിന്നീട് ഈ കുട്ടി കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തിയെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സൂചന ലഭിച്ചത്. ഇനി മറുഭാഗത്ത് മേഘ പറഞ്ഞതുപോലെ ഒരു സിസ്റ്ററാണ് അല്ലേ, ഒരിക്കൽ പറഞ്ഞ മറ്റൊരു സിസ്റ്റർ പറഞ്ഞാണ് തട്ടം ഇട്ട് കഴിഞ്ഞാൽ പേടി തോന്നുന്നു. അതേ സിസ്റ്റർ തന്നെ ഇപ്പോൾ പറയുകയാണ് എന്താണ്, പിണറായിയെ ബോംബിട്ട് രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ പിണറായിയെ ബോംബിട്ട് കൊല്ലേണ്ടുന്ന സമയം കഴിഞ്ഞെന്ന്. ഇതും മറ്റൊരു തീവ്രവാദം തന്നെയാണ്. ശരിക്കും മതം തലയ്ക്ക് പിടിച്ച തീവ്രവാദം. ഇത് യഥാർത്ഥ മതം പറയുന്നതല്ല. ഇപ്പോൾ ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒന്നും പറയുന്നതല്ല ഇത് അതുക്കും മേലെയുള്ള വേറെ ചിന്തകളിലൂടെ വരുന്ന ഒരു തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തിന് ഒരു മതമേ ഉള്ളൂ, അത് തീവ്രവാദികൾ തന്നെയാണ് അല്ലേ. ഭീകരവാദത്തിന് ഒരു മതം, അത് അവരുടെ മതമാണ്. അല്ലാതെ അവിടെ ഹിന്ദു എന്നോ കാഫിറെന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല, അവർക്ക് വേറൊരു മതമാണ്. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞതാണ്, ഇതിലെ ഹിന്ദു പറയുന്ന വിശ്വാസികളെ കൂടി തീവ്രവാദത്തിന് വേണ്ടിയിട്ട് അവർ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വൈറ്റ് കോളർ ഭീകരതയുടെ മറ്റു പല മുഖങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടെ. തികച്ചും ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലും പിണറായി വിജയനെ വിമർശിക്കാറുണ്ട്, പക്ഷെ ഒരിക്കലും ആ വ്യക്തിയെ കൊല്ലണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കൊല്ലപ്പെടണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തൊക്കെ വന്നാലും ഈ കൂട്ടുകുടുംബത്തിൽ തമ്മിലടിയാണെങ്കിലും കുടുംബത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ കുരുതിക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നതുകൊണ്ട് നമുക്ക് ആശയങ്ങൾ ചിലപ്പോൾ വിരോധം കാണും. ഒരുപക്ഷെ എനിക്കന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോഴത്തെ ഇവരുടെ ഭരണമാണ് നമുക്ക് അതെ ഇവരുടെ ഭരണത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്നത് പോലെ ആശയങ്ങളോട് നമുക്ക് പോരാടാം. ഇപ്പം പിണറായി ഇന്നിപ്പോൾ ശബരിമല വിഷയം എന്തോ ഒരു വലിയ വിഷയമാണ്. ഞാൻ അതിനെതിരെ തന്നെയാണ്. കാരണം ഇത് മണ്ഡലകാലം എത്രയോ നാൾ മുമ്പ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്ര ഭക്തജനങ്ങളെയാണ് അവർ ഈ വെട്ടിലാക്കിയത്. അപ്പം അതിനോടൊക്കെ നമുക്ക് പ്രതികരിക്കാം, പക്ഷെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല. കാരണം അത് ഒരു കന്യാസ്ത്രീയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ വിളിച്ച് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ബൈബിള് വിളിച്ച് സ്നേഹത്തിൻ്റെയൊക്കെ ബൈബിള് വിളിച്ച് ഓതി നിരന്തരം ബൈബിളിൻ്റെ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഓരോ നിമിഷം പ്രാർത്ഥനയുടെ ലോകത്ത് കഴിയുന്ന കന്യാസ്ത്രീ ഇത്തരത്തിൽ കൊല്ലണം എന്നൊക്കെ പറയുമ്പം പഴയ നിയമം എടുത്തിട്ടാണോ പുതിയ നിയമത്തിൽ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. പഴയ നിയമത്തിലേ ഉള്ളൂ കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഉദ്ധരിച്ച് ഈ വാക്യങ്ങൾ പഠിച്ചത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഒരിക്കലും ഒരു കന്യാസ്ത്രീക്ക് ചേർന്ന വാക്കുകളല്ല ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മോദിയെ കൊല്ലണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇവരെയൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ടെന്നേ ഭീകര പ്രവർത്തകർ. അതിൻ്റെ ഏറ്റവും വലിയ ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെങ്കോട്ട സ്ഫോടനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉമറിനെ തപ്പിച്ചെന്ന പോലീസിന് അൽഫല എന്ന് പറഞ്ഞ സർവകലാശാലയിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയാണ്? വലിയ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു സർവകലാശാലയിൽ ഒരിക്കലും നമ്മൾ സംശയിക്കില്ല അല്ലേ. നമ്മൾ പഠിക്കുന്നത് കോളേജ് സ്കൂളിലൊക്കെ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുന്നത് അവരുടെ പുതിയ ട്രെൻഡാണ്. ഇത്തരത്തിലുള്ള ഇനി എത്രമാത്രം സർവകലാശാലകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ചുറ്റും യുവമാർ കൂന്നുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുക. അത് നാം എന്ന് പറയുന്ന അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് BJP RSS ഒന്നുമില്ല. എല്ലാവരും ഒത്തുചേർന്ന് നാം ഒറ്റ ഇന്ത്യൻ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒത്തുചേർന്ന് ഇതിനെ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടുന്നത്. എവിടെയൊക്കെ ഇവരുടെ താവളങ്ങളുണ്ടോ അവിടെയൊക്കെ അതിന് വേണ്ടുന്ന അപ്പോഴപ്പോഴും ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ കൂടി കാർന്നു തിന്നെ. അവർക്ക് ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല. ഇപ്പോൾ ചെങ്കോട്ട നടന്ന സ്ഫോടനത്തിൽ മുസ്ലിം ഒരു യുവതി മരിച്ചു പോയില്ലേ, മരണപ്പെട്ടു പോയില്ലേ? അപ്പോൾ എത്ര പേർ അവിടെ ക്രിസ്ത്യൻ മരണപ്പെട്ടു പോയില്ലേ, അവിടെ ഹിന്ദു മരണപ്പെട്ടു പോയില്ലേ? അവർക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല. അവരാരെയും കൊല്ലും. അവർക്ക് അവരുടേതായ ആശയങ്ങൾ, അവരുടെ രാജ്യം അല്ലെ ഹൂറികളുടെ അടുത്ത് സ്വർഗത്തിൽ പോകാൻ, ഹൂറികളുടെ അടുത്ത് ചെല്ലാൻ അവർക്ക് ആരെങ്കിലുമൊക്കെ കൊല്ലണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനവർക്ക് ഒരു മതവുമില്ല. അപ്പം ഇപ്പോൾ അൽഫല സർവകലാശാല എന്ന് വരുന്നത് വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒരുപക്ഷെ അവിടുത്തെ ഇലക്ട്രീഷ്യൻ മുതൽ ഡ്രൈവർ മുതൽ എല്ലാവരും ഇവരുടെ കണ്ണികളായിരുന്നു. ഇവർ ബ്ലാക്ക് മെയിലിലൂടെ ഹണി ട്രാപ്പിലൂടെയൊക്കെ കണ്ണികളാക്കി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇവരുടെ സ്പ്രെഡ് വേരുകൾ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടെന്നുള്ള അറിയില്ല. ഇങ്ങനെ കേരളത്തിലും ഇവരുടെ ചില ട്രസ്റ്റിൻ്റെ ചില ഇതുണ്ട്. അപ്പം ഏകദേശം 20 ട്രസ്റ്റുകളുണ്ട്. ഒന്നും പ്രവർത്തന സജ്ജമല്ല, പക്ഷെ പലതും
ട്രാൻസാക്ഷൻസ് ED വരെ അന്വേഷണമായിട്ട് നടക്കുകയാണ്. കാരണം അത്രയ്ക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, കള്ളപ്പണ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ ഭീകരപ്രവർത്തനത്തിനാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്നെ അന്വേഷിച്ചുകൊണ്ട് അതിനിടയ്ക്കാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം വെഞ്ഞാറമൂടുണ്ടായി. അതായത് നമ്മളിപ്പോൾ പുറത്തു നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അവരെ തീർത്തും നമുക്ക് തടഞ്ഞു നിർത്താനുള്ള ഒരു ശേഷി ഇന്ത്യക്കുണ്ട്. ഇന്ത്യൻ്റെ എല്ലാ മേഖലയിൽ നിന്നും, അതായത് സെക്യൂരിറ്റി വൈസ്, ഇപ്പം കരയായിക്കോട്ടെ നാവികമായിട്ട്, അങ്ങനെ ഏത് രീതിയിലും ചെറുക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. എങ്കിൽ പോലും ഇന്ത്യക്ക് അകത്ത് നിന്ന് വരുന്ന ഒരു അറ്റാക്ക് അത് ചെറുക്കാനുള്ള ശേഷി ഉണ്ട് എങ്കിൽ പോലും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു രാജ്യം എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ മുളച്ചു പൊന്തുന്നവരാണ് ശരിക്കും പറയണ രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്നത്. സ്വന്തം കൂടപ്പുറപ്പ് നമ്മുടെ നെഞ്ചിലേക്ക് കത്തി ആഴ്ത്തി ഇറക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെയാണ്, അതായത് നമ്മുടെ കൂടെയുള്ളവർ നമുക്കെതിരെ തിരിയുമ്പോഴാണ് നമ്മൾ ഒരു പക്ഷേ ഞെട്ടുന്നത്, ഭയക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് ഒരു ശത്രു വരുവാണ്, വലിയ ബോംബിടുക, അതൊക്കെ നമുക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. രാജ്യം വികസിത രാജ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്വിപ്മെന്റ്സ്, ബ്രഹ്മോസ് ഒറ്റ ഒരെണ്ണം മതി, അതൊക്കെ നിലംപരിശാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ പുറത്തേക്ക് ആഞ്ഞു കുത്തിയാൽ നമുക്കത് തർക്കാം. ഇപ്പൊ രാജീവ് ഗാന്ധി വധക്കേസ്, ഇന്ദിരാഗാന്ധി, ഇതൊക്കെ നമ്മുടെ ഗാന്ധിജി, ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിലുള്ളവരാണ് ചെയ്തത്, പുറത്തുനിന്ന് വന്ന് ചെയ്തതല്ല. അപ്പൊ അവർ ലിങ്ക് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കുഞ്ഞു മക്കളെ അവർ ഏറ്റെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഈ പേരൻസ്, ഈ മാതാവ് സ്വന്തം കുഞ്ഞാണ്, സ്വന്തം കുഞ്ഞ് പ്രസവിച്ച കുഞ്ഞിനെയാണ് IS ഭീകരർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. നീ മോദിയെ കൊല്ലുന്നു, മോദിയെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നത്, എങ്ങനെ പോയിരിക്കുന്നു അല്ലേ? ഇത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഓരോ ആക്രമണം വരുമ്പോഴും കേരളത്തിന്റെ പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയാണ്. ഇപ്പോൾ ചെങ്കോട്ടയുടെ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഫോടനം ഉണ്ടായപ്പോൾ വന്ന റിപ്പോർട്ടുകളിൽ എന്താണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന ഈ പറയുന്ന ഭീകരിൽ ഒരാൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് കേരളത്തിനെ ഈ പറയുന്ന തീവ്രവാദികളുടെ ഒരു ഹബ്ബായിട്ട് മാറ്റാൻ പലയിടങ്ങളിൽ നിന്ന് ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അതെ, തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാശ്മീർ, UP അല്ലെങ്കിൽ ഗുജറാത്ത്, ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ നമ്മൾ ഓൾറെഡി, ഡൽഹി, ബോംബെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ കേരളം എന്ന് പറയുന്ന കുറച്ച് പ്രബുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ വിവേകമുള്ള, ഇവിടെ ഒരു ഇന്ത്യയുടെ ഒരു പരമായിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കേരളം എന്നേ പറയും. അവിടെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ പറയുന്ന നമ്മൾ മലയാളികൾക്ക് വിവേകമൊക്കെ ഉണ്ട് എന്നാണ് മറ്റുള്ളവരുടെ വിചാരം. ഉണ്ടെന്ന് തന്നെ ഞാനും പറയുന്നു. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് കോളർ ഭീകരത ഏറ്റവും അധികം നടക്കാൻ സാധ്യതയുള്ള കേരളത്തിലാണ്. ഇത് ഇവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് സ്റ്റേറ്റിൽ ചെന്ന് കളിച്ചാലും അവിടെ പൊക്കുമെന്നുള്ള അറിയാം. കാരണം എല്ലാ സ്റ്റേറ്റും നോട്ടം ഇട്ടിട്ടുണ്ട്, NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കേരളം ആദ്യം നോട്ടം ഇട്ട് വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇപ്പോൾ റാണയുടെ മുംബൈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടും പഹൽഗാമിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ വരുന്ന ഭീകരപ്രവർത്തനങ്ങളുടെയൊക്കെ ലിങ്കുകൾ, അതിൻ്റെ വേരുകളൊക്കെ ഒരെണ്ണം കേരളത്തിലേക്കും വരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ വെഞ്ഞാറമൂട് ഉള്ള ഈ ഒരു കേസ് പോലും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു, സജ്ജമാകേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് വീക്ഷിക്കണം. നമ്മളുടെ ഇപ്പം ഈ ഉമറൊക്കെ അൽഫല അവിടുത്തെ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറാണ്, എമർജൻസി വിഭാഗത്തിലെ ഡോക്ടറൊക്കെയാണ്. അപ്പം ഷഹീൻ അതുപോലെ നല്ലൊരു ഡോക്ടറാണ്. അപ്പോൾ പുറമേ ചിരിച്ച് കളിച്ച് നമ്മളോട് നന്നായിട്ട് ഇടപെടുന്ന നമ്മളെ സഹപ്രവർത്തകരൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോട് കൂടി ഇരിക്കുക. ഇനി എത്ര വലിയ സുഹൃത്താണെങ്കിലും നമ്മളുടെ കണ്ണിൽ കാണുന്ന നമ്മൾ അപ്പോഴേ തുറന്ന് അറിയിക്കേണ്ടുന്ന സ്ഥലത്ത് അറിയിക്കുക. ഇപ്പോൾ ഇത്തരത്തിലുള്ള വേരുകൾ കേരളത്തിലേക്ക് വരും. കാരണം അവർക്ക് നല്ല സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന വലിയൊരു താവളം ഇപ്പോൾ കേരളമാണ്. ഇനി കേരളത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് പോയാൽ മതിയല്ലോ, ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ പോയി അവിടെ പോയി ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പൊ വെഞ്ഞാറമൂടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഏതായാലും ഇത് വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ കുട്ടി ഏതോ ഭാഗ്യത്തിനാണ് രക്ഷയിൽ കൊന്നുകളഞ്ഞത്. എന്ത് ചെയ്തതിന്? സ്വന്തം മാതാവിന് ഇത്രത്തോളം ഒരു കുട്ടിയെ എത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കൊന്നുകളയാനും വലിയ ഇവർക്കൊന്നും ആരും സ്വന്തം ബ്ലഡൊന്നോ അല്ലെങ്കിൽ മക്കളൊന്നും ഇല്ല, റിലേഷൻഷിപ്പിനോടൊന്നും ഇതില്ല. ഇന്നലെ മറ്റേ ഉമറിന്റെ വീഡിയോയിൽ എന്താ വന്നത്, ഇങ്ങനെ ചാവയറായി മരിക്കുവാണെങ്കിൽ എനിക്ക് എന്തോ ഹൂറിയുടെ ലോകം കിട്ടും എന്നല്ലേ, അങ്ങനെ എന്തോ അല്ലേ, എന്തൊക്കെ ഇതിന് പറയണ്ടേന്ന് ചോദിച്ചാൽ അറിയില്ല. ഏതായാലും
സൂക്ഷ്മതയോടെ ഇരിക്കുക. ഇനി മോദിയെ കൊല്ലാം, ഇത് പിണറായിയെ കൊല്ലാം, നമുക്ക് ആശയങ്ങളോട് വിരോധം കാണും. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയൊന്നും കൊല്ലാനുള്ള ഒരു ഉള്ളിൽ അത്രത്തോളം ഉണ്ടെങ്കിൽ അത് ഭീകരതയാണ്, അത് തീവ്രവാദമാണ്, അത് മത തീവ്രവാദമാണ്. അതിലേക്ക് കടക്കരുത്. അത് ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. പിന്നെ പിണറായിയെ കൊന്നുകൊണ്ടോ മോദിയെ കൊന്നുകൊണ്ടോ ഒന്നും ഹൂറികളുടെ ലോകമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൂടി ഓർത്തിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു കന്യാസ്ത്രീയാണ് പറഞ്ഞത് എന്നുകൂടി ആലോചിക്കുമ്പം നമുക്ക് വല്ലാത്തൊരു ലജ്ജ തോന്നുന്നു.